ക്രിസ്ത്യാനികളെ ബി.ജെ.പിക്ക് മുൻപിൽ കൂട്ടിക്കൊടുക്കുന്ന ആളുകളായി കേരളത്തിലെ ക്രിസ്ത്യൻ വർഗീയവാദികൾ മാറിക്കൊണ്ടിരിക്കുന്നു. ജയ് ശ്രീറാം വിളിച്ചെത്തിയ ഹൈന്ദവ വർഗീയവാദികൾ ക്രൈസ്തവ പുരോഹിതന്മാർക്ക് നേരെ വലിയ ആക്രമണം അഴിച്ചുവിട്ടു. പോലീസുകാർ നോക്കി നിൽക്കുകയാണ് മധ്യപ്രദേശിലെ ജഗൽപൂരിൽ ഇത്രയേറെ ആക്രമണം ഉണ്ടായത്. ക്രിസ്ത്യൻ പുരോഹിതന്മാർ അടക്കമുള്ള ക്രിസ്ത്യൻ സംഘത്തെ, ക്രിസ്ത്യൻ മിഷണറീസ് അടക്കമുള്ള സംഘത്തെ പോലീസ് നോക്കി നിൽക്കുക പോലീസ് സ്റ്റേഷന്റെ വാതിൽക്കലിട്ട് നിഷ്ക്രൂരമായി മർദ്ദിച്ചു കളഞ്ഞു. അവർ എന്ത് തെറ്റാണോ ചെയ്തത്? അവരവിടെ മിഷണറി പ്രവർത്തനങ്ങൾ നടത്തി. നിങ്ങൾ എന്താണ് പറയുന്നത്? ഏതെങ്കിലും മിഷണറിമാർ വന്ന് പറഞ്ഞാൽ ഉടനെ മാറാൻ പറ്റുന്ന ഒരു സമുദായമാണോ ഹൈന്ദവ സമുദായം? അത്രയേ ഉള്ളൂ ആ വിശ്വാസങ്ങൾ. ക്രിസ്ത്യൻസ് വന്ന് അവരുടെ വിശ്വാസങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ എന്തിനാണ് നിങ്ങൾ ഇത്രയും ആക്രമിക്കുന്നത്? ഈ ആക്രമിച്ച ക്രിസ്ത്യൻ മിഷണറിമാരെയും ക്രിസ്ത്യൻ പുരോഹിതന്മാരെയും ആക്രമിച്ചവരെ കേരളത്തിലെ കുറച്ച് ക്രിസ്ത്യൻ വർഗീയവാദികൾ ഇന്ന് സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു, അവരുടെ പാദസേവ ചെയ്തുകൊണ്ടിരിക്കുന്നു. ബി.ജെ.പിക്കും RSSനും വേണ്ടി കുഴലൂതിക്കൊണ്ടിരിക്കുന്നു. ബി.ജെ.പിക്ക് വേണ്ടിയിട്ട് കുഴലൂത്ത് നടത്തുന്നവരാണ്. ക്രിസ്ത്യാനികളെ ബി.ജെ.പിക്ക് മുൻപിൽ കൂട്ടിക്കൊടുക്കുന്ന ആളുകളായി കേരളത്തിലെ ക്രിസ്ത്യൻ വർഗീയവാദികൾ മാറിക്കൊണ്ടിരിക്കുന്നു. എത്ര നിഷ്ക്രിയമായിട്ടാണ് ആ പുരോഹിതന്മാരെ മർദ്ദിച്ചത്. സ്ത്രീകൾ അടക്കമുള്ള വർഗീയവാദികൾ, ബി.ജെ.പിക്കാരും RSSകാരുമായിട്ടുള്ള സ്ത്രീകൾ അടക്കമുള്ളവർ വന്ന് അത്രയും പ്രായമുള്ളവരുടെ മുതുകത്തിനിട്ട് ആഞ്ഞിടിക്കുന്നു, അവരെ മർദ്ദിക്കുന്നു. അതിൽ 2 മലയാളി പുരോഹിതന്മാർ കൂടി ഉണ്ടായിരുന്നു. അവരുടെ വാക്കുകൾ പോലും കേൾക്കാൻ തയ്യാറാകാതെയാണ് കേരളത്തിൽ, ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിൽ ബി.ജെ.പിക്കും RSSനും കുഴലൂത്തുന്ന പണി കാസ എന്ന് പറയുന്ന ഒരു സംഘത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ ഒരു ഭാഗത്ത് ക്രിസ്ത്യാനികൾക്ക് നേരെ, മുസ്ലിംസിന് നേരെ കടുത്ത ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് ബി.ജെ.പിയും RSSും വിശ്വ ഹിന്ദു പരിഷത്തും. ഈ 3 സംഘടനകളെ, ഈ 3 അരാഷ്ട്രീയ വർഗങ്ങളെ, ഈ 3 വർഗീയ സംഘടനകളെ ഇന്ന് കേരളത്തിൽ കൂട്ടുപിടിച്ചുകൊണ്ട് ബി.ജെ.പിക്കും RSSനും വേണ്ടി ഒരു കൂട്ടം കാസ എന്ന് പറയുന്ന സംഘടന കൂടലൂത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ കേരളത്തിൽ ഈ ക്രിസ്ത്യൻ വർഗീയവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ക്രൈസ്തവരെ കൂട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ബി.ജെ.പിക്ക് വേണ്ടി കൂട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് കാസ നടത്തിക്കൊണ്ടിരിക്കുന്ന പണിയും. നിങ്ങൾ എന്ത് ക്രിസ്തീയ സേവനമാണ് ചെയ്യുന്നത്? എന്ത് ക്രൈസ്തവ സ്നേഹമാണ് നിങ്ങൾ കാഴ്ചവെക്കുന്നത്? രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ക്രിസ്ത്യാനികൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ, ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ, ക്രൈസ്തവ ആരാധനാലയങ്ങൾ തകർക്കുന്ന സാഹചര്യത്തിൽ, ക്രിസ്ത്യാനികളെ വധിക്കുന്ന സാഹചര്യത്തിൽ, ക്രിസ്ത്യൻ സ്ത്രീകളെ അടക്കം നശിപ്പിക്കുന്ന, പീഡിപ്പിക്കുന്ന രംഗങ്ങൾ ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഇനിയും ബി.ജെ.പിക്കും RSSനും ഒപ്പമാണ് നിങ്ങൾ നിലനിൽക്കാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞ ദിവസം നടന്ന ജഗൽപൂരിൽ നടന്ന ആ ആക്രമണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. കാസയുടെ ഫേസ്ബുക്ക് പേജ് നിറയെ
മോദിക്ക് അനുമോദനമാണ്, മോദിക്ക് ജയ് വിളിച്ചുകൊണ്ടാണ് കാസയുടെ ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നിറയെ വന്നിരിക്കുന്നത്. കാസയുടെ എല്ലാവിധ സോഷ്യൽ മീഡിയ പേജുകളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും മോദിക്കും ബി ജെ പിക്കും ജയ് വിളിച്ചുകൊണ്ട്, മോദിയുടെയും ബി ജെ പിയുടെയും കാൽ കഴുകിക്കൊണ്ട്, മോദിയുടെയും ബി ജെ പിയുടെയും കാൽ കഴുകിയ വെള്ളം കുടിച്ചുകൊണ്ട് കാസ നടത്തുന്ന ക്രൈസ്തവ വിരുദ്ധ പ്രവർത്തനങ്ങൾ. എന്നിട്ടും ഈ കാസയെ ഉൾക്കൊള്ളാൻ ഏതൊക്കെ ക്രിസ്ത്യാനികൾക്ക് കഴിയും? അവരൊക്കെയും വർഗീയവാദികളാണ്, അവരൊക്കെയും ക്രൈസ്തവ വർഗീയവാദികളാണ്, ക്രിസ്ത്യാനികളെ നിന്ദിക്കുന്നവരാണ്, ക്രിസ്ത്യാനികളെ എതിർക്കുന്നവരാണ്, ബി ജെ പിക്ക് വേണ്ടി സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കുടലൂത്ത് നടത്തുന്നവരാണ്. ഈ കാസയും അവർക്കൊപ്പം നിൽക്കുന്ന ക്രിസ്ത്യാനികൾ എന്ന ക്രൈസ്തവ നാമധേയരായിട്ടുള്ള വർഗീയവാദികളും. പ്രിയപ്പെട്ട ക്രൈസ്തവ സമൂഹമേ, കേരളത്തിലെങ്കിലും ഈ വർഗത്തിനെതിരെ, ഈ ബി ജെ പിക്കെതിരെ, ഈ വി എച്ച് പിക്കെതിരെ, ഈ ആർ എസ് എസിനെതിരെ നിങ്ങൾ പ്രതിഷേധിക്കണം. നിങ്ങളുടെ പ്രതിഷേധം ഉയരണം. മധ്യപ്രദേശിൽ നടന്ന ആ ഒരു ആക്രമണം നാളെ കേരളത്തിൽ നടക്കും. കേരളത്തിലെ ക്രിസ്ത്യൻ പള്ളികൾ ആക്രമിക്കപ്പെടും, കേരളത്തിലെ ക്രൈസ്തവ സമുദായം ആക്രമിക്കപ്പെടും. ഇതിനു മുമ്പ് കേരളത്തിൽ നടന്നിട്ടുണ്ടല്ലോ. ആ നടന്നതിന്റെ ബേസിലാണ്, അതിന്റെ ഒരു അടിത്തട്ട് പാകപ്പെടുത്തിക്കൊണ്ടാണ് ഈ കാസ ഉണ്ടാക്കിയത്. പക്ഷെങ്കിൽ കാസയ്ക്ക് മറ്റ് താല്പര്യങ്ങൾ മൂലം ഇന്ന് ബി ജെ പിയുടെ കാൽ കഴുകിയ വെള്ളം, ഇന്ന് മോദിയുടെ കാൽ കഴുകിയ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അമൃത് പോലെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തോട് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ: ഈ വർഗീയവാദികളെ കണ്ണടച്ച് വിശ്വസിക്കുകയേ ചെയ്യരുത്. ഇന്ന് ക്രിസ്ത്യാനികളെ അവർ മർദ്ദിച്ചു, അവർ കൊന്നു, ക്രൈസ്തവ ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടു. ഇവരാൽ തകർക്കപ്പെട്ടു ആര്? ഈ ആർ എസ് എസ് ആൽ, ഈ ബി ജെ പി ആൽ, ഈ വി എച്ച് പി ആൽ. എന്നിട്ട് എങ്ങനെ സാധിക്കുന്നു ഈ കേരളത്തിൽ ഈ ആർ എസ് എസിനെ, ഈ ബി ജെ പിയെയും ഈ വി എച്ച് പിയെയും താങ്ങാൻ എങ്ങനെ സാധിക്കുന്നു? ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല ഇത്രയേറെ ക്രൈസ്തവ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ. ഇങ്ങനെ ആക്രമണം നടത്തുന്ന സ്ത്രീകളെയും കുട്ടികളെയും അടക്കം കൊന്നു തള്ളുന്ന ഈ വർഗീയ വിഷവിത്തുകൾക്കോട് സന്ധി ചെയ്യാൻ കേരളത്തിലെ അന്തസ്സും അഭിമാനമുള്ള ഒരു ക്രിസ്ത്യാനിക്കും കഴിയത്തില്ല. എന്ത് ക്രൈസ്തവ സ്നേഹത്തിന്റെ പേരിലാണ്, എന്ത് ക്രിസ്തീയ സ്നേഹത്തിന്റെ പേരിലാണെങ്കിൽ പോലും ഇത്രയും ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന ഇവരെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയത്തില്ല. ഒരു കാരണവശാലും ഇവർക്കൊപ്പം നിലനിൽക്കാൻ സാധിക്കത്തില്ല. വർഗീയവാദികളായിട്ടുള്ള വിഷവിത്തുകൾ ഇവർക്കൊപ്പം നിൽക്കുമായിരിക്കും. അന്തസ്സുള്ള ക്രിസ്ത്യാനികൾ നിൽക്കരുത്. ഇവരെ ശക്തിയുക്തം എതിർക്കണം. കാസയെ ഞാൻ ഒരു കാര്യം വെല്ലുവിളിച്ച് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നട്ടലുണ്ടെങ്കിൽ, നിങ്ങളുടെ നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി അല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ മധ്യപ്രദേശിൽ നടന്ന ആ ആക്രമണത്തിനെ അപലപിക്കുക. അതിനെതിരെ നിങ്ങൾ ഒരു പ്രതിഷേധം ഉയർത്തുക. അങ്ങനെങ്കിൽ നിങ്ങളെ അംഗീകരിക്കാൻ സാധിക്കും. മധ്യപ്രദേശിൽ ബി ജെ പിയും ആർ എസ് എസും വി എച്ച് പിയും നടത്തിയ ഈ ആക്രമണത്തിനെ നിങ്ങൾ എതിർക്കണം. നിങ്ങൾക്ക് അതിനെ ശക്തിയുക്തം എതിർത്തുകൊണ്ട്, അതിനെ അപലപിച്ചുകൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുമെങ്കിൽ, അതിനെ അപലപിച്ചുകൊണ്ട് ക്രൈസ്തവരെ അഡ്രസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളെ അംഗീകരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ വെറും വർഗീയവാദികളാണ്, നിങ്ങൾ വെറും വിഷങ്ങളാണ്. കേരളത്തിലെ ആർ എസ് എസിനെ പോലെ, രാജ്യത്തെ ആർ എസ് എസിനെ പോലെ, രാജ്യത്തെ ബി ജെ പിയെയും വി എച്ച് പിയെയും പോലെ വെറും ഒരു വർഗീയ കൂട്ടങ്ങൾ മാത്രമാണ് കാസയും. നിങ്ങളൊന്ന് ശബ്ദമുയർത്ത്. നിങ്ങൾ ക്രൈസ്തവർക്ക് വേണ്ടി, ക്രൈസ്തവർ നേരിടുന്ന ആക്രമണങ്ങൾക്കെതിരെ ശബ്ദമുയർത്ത്. അന്തസ് കാണിക്ക്. അതിനുള്ള ആർജവം ഉണ്ടാവണം. അല്ലാണ്ട് ക്രൈസ്തവ നാമധേയത്തിൽ നിങ്ങൾ കുറച്ച് നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രം നേടിയെടുക്കാനുള്ള ഒരു മാർഗമായി, ഒരു പാതയായി ഇതിനെ കാണരുത്. നിങ്ങളുടെ വ്യാജ ക്രൈസ്തവ സ്നേഹം ഈ നാട്ടിലെ ജനങ്ങൾ തള്ളിക്കളയും. ഈ നാട്ടിലെ ക്രൈസ്തവർ അതിനെ തച്ചുടയ്ക്കും. ഇനിയും നിങ്ങൾക്കൊപ്പം നിൽക്കാൻ, ഈ കാസയ്ക്കൊപ്പം നിൽക്കാൻ ഒരു ക്രിസ്ത്യാനിയും, അന്തസ്സുള്ള ഒരു ക്രിസ്ത്യാനിയും തയ്യാറാവരുത് എന്ന് മാത്രം പറയുന്നു.